Hi friends, Assalamu alaikum. Welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോൺ വെജിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള മീൻകറി റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു മീൻകറി തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു മീൻകറിക്ക് ചില ഭാഗത്ത് ഇന്നാനാന്ന് പേര് പറയും. അപ്പോൾ ഈ ഇന്നാന എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയുടെ താഴെയുള്ള ചുവന്ന ബട്ടണാണ് സബ്സ്ക്രൈബ്. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. ആ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യാം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇന്നാന ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ മൺചട്ടി ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 2 തക്കാളി യൂസ് ചെയ്താൽ മതി. എനിക്ക് 1 തക്കാളി വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ വലിയ തക്കാളി തന്നെ യൂസ് ചെയ്യുക. നല്ല ചുവന്ന തക്കാളി ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ളതും ഇട്ടെടുക്കുന്നുണ്ട്. ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അത് ചൂടാതിന് ശേഷം നമുക്ക് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതുപോലെ. അത് പെട്ടെന്ന് പറഞ്ഞു പോയത് ഒന്നുമല്ല, കാരണം അതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോ ഓഫായി പോയി. ഞാൻ അറിഞ്ഞില്ല. പിന്നെ നോക്കുമ്പോഴാണ് കണ്ടത്. നമുക്ക് മീൻകറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആ എണ്ണയിലേക്ക് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റ് സൺഫ്ലവർ ഓയിൽ ആയാലും സാധാ വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമില്ല. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. പിന്നീട് ചേർക്കുന്നത് നേരത്തെ അരച്ചു വെച്ച അരപ്പാണ്. പിന്നെ അതിലേക്ക് 4 പച്ചമുളക് നടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറേയൊന്നും പൊടികളൊന്നും ചേർത്ത് വെക്കുന്നില്ല. കുറച്ച് പൊടികളെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെക്കുക. എന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളകും ചേർത്തുക്കണമല്ലോ. അപ്പോൾ കാശ്മീരി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു കളറ് കിട്ടും. ഞാൻ ഇവിടെ രണ്ടും ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് പുളിയാണ്. ഞാൻ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പുളി വെള്ളത്തിലിട്ടിരുന്നു. ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ചേർത്തെടുക്കുന്നത്. അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ കറി ആവശ്യം അത്രയും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി ലൂസായിട്ടുള്ളതാണ് ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ചൂടാറും തോറും ഈ ഒരു കറി കുറുകി വരും. അപ്പോൾ കട്ടിയിൽ ഉണ്ടാക്കണ്ട, കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുക. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മീൻ ചേർക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ വലിയ മീനായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ മീനാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ മത്തിയാണ് ഇതിൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർത്തെടുക്കാം. വേറെയുള്ള മീൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മത്തിയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലാവുക എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ ഇതൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ തിളപ്പിച്ചെടുത്താണല്ലോ, അതുകൊണ്ട് തന്നെ. രണ്ട് മൂന്ന് തിളയാകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു മീൻ വെന്ത് കിട്ടും. പിന്നെ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ആ തിള ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നീണ്ടു നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു 3/4 ഭാഗം വെന്താൽ തന്നെ നമുക്ക് ഒരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കറിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നാന എന്ന മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.